എന്തൊരു അവസ്ഥയെ കാണുന്നത്. ഇത് മനുഷ്യർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഹലോ, എന്താ സംഭവം? മനുഷ്യർ ജീവിക്കട്ടെ. ഒരു തിരുവട്ടിയുടെ ആളുകൾ കഴിഞ്ഞ് പേ വിളിക്കാൻ എല്ലാവർക്കും പേ വിളിച്ച് കൊല്ലാന്നാണ് നിങ്ങൾക്ക് എന്ത് നോക്കണേ? മനുഷ്യന് ജീവിക്കാൻ പറ്റണ്ടേ? തിരുവട്ടിനെ കൊണ്ട് നടക്കണമെങ്കിൽ ഈ കേരളം നേരത്തെ സ്വന്തം തിരുവട്ടികൾ നടക്കാൻ പാടില്ല. ആരും വലിയ ചോദിക്കാനും പറയാനും. എന്താ കഷ്ടം നോക്കിയാൽ ആ പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേ പിടിച്ച് മരിക്കേണ്ടി വരില്ലേ? എത്ര ആൾക്കാർ ദിവസം മരിക്കണം ഇവിടെ? എത്ര ആൾക്കാർ അവിടെ മരിക്കണം? ഒരാളും ഇല്ല ചോദിക്കാനും പറയാനും. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടെന്ന് ഒരു സമരം നടക്കണം. എല്ലാവരും കൺവെൻസില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ കായംകുളത്ത് വന്നിരിക്കുന്നത് ഇവിടെ ഒരു കല്യാണാവശ്യം വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാഴ്ച കാണുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ നോക്കിയത്. നമ്മുടെ കൊച്ചു കേരളം ഇന്നിപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ളത് തെരുവ് പട്ടികളുടെ നാടായി മാറിയിരിക്കുകയാണ്. ഈ ട്രെയിൻ പോയി കഴിയുമ്പോൾ നമുക്കൊരു കാഴ്ച കാണാൻ പറ്റും. അങ്ങേ സൈഡ് തെരുവ് പട്ടികളിങ്ങനെ ജനങ്ങൾ നിൽക്കുമ്പോൾ തന്നെ തെരുവ് പട്ടികൾ കാണും. അങ്ങനെ തെരുവ് പട്ടികൾ വിലസുന്ന ഒരു നാടായി മാറി. നല്ലൊരു അന്തരീക്ഷം നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ നോക്കി. എവിടെ നോക്കിയാലും തെരുവ് പട്ടികൾ. പ്രിയമുള്ളവരെ, ഈ തെരുവ് പട്ടികൾക്കൊരു ശാശ്വത പരിഹാരം നമുക്ക് കാണണ്ടേ? എന്താണ് ഇതിനൊരു മാർഗം എന്നുള്ളത് എല്ലാവരും കൂടി നമുക്ക് തീരുമാനിക്കണം. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ശരിക്കും ഒരു വിമോചന സമരം തന്നെ നടത്തേണ്ടി വരും തെരുവുനായ വിമുക്ത കേരളത്തിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമരത്തിന് വേണ്ടി നമുക്ക് മുന്നിട്ടിറങ്ങാം. കാരണം ഇന്ത്യയുടെ ഒരു അവസ്ഥ അത്രയ്ക്കും ഭയാനകമാണ്. എവിടെ നോക്കിയാലും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും തെരുവുപട്ടികൾ നിറഞ്ഞു. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. എല്ലാവരും പേ പിടിച്ച് മരിക്കേണ്ട ഗതികേട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു കാഴ്ച നിങ്ങൾ കാണാം കേട്ടോ. ഈ ട്രെയിൻ ഇപ്പോൾ ഒരു കാഴ്ച കാണാം. ഇതാണ് അവസ്ഥ. ഈ വക തെരുവുപട്ടികൾ എങ്ങനെ ഇവിടെ മനുഷ്യർക്ക് നിൽക്കാൻ പറ്റും? ആലോചിച്ച് നോക്കി. അവൻ ആ പട്ടിനെ സ്നേഹിച്ചു നടക്കണമെന്നാണ് മനസ്സിലായത്. അവനാ പട്ടിയെ സ്നേഹിച്ചുകൊണ്ട് നടക്കണവനാണ്. അപ്പോൾ ഇങ്ങനെ പട്ടികളിങ്ങനെ വാഴ്ത്തി ആൾക്കാരെ കടിക്കാൻ വിടുന്ന ഒരവസ്ഥയാണ്. അവർ പട്ടിക്ക് തീറ്റ കൊടുത്തിട്ട് അവൻ പട്ടിക്ക് തീറ്റ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടു നടക്കാണ്. അത്രയ്ക്കും ഇതിനൊന്നും ആരും ചോദിക്കാനും ഇല്ല, പറയാനില്ല. ഓക്കെ.